So welcome to Let's Learn. Today we are going to see Rasa and Dhwani. So what is Rasa? എന്താണ് രസം? What is Rasa? That is what we are going to see. Today we are starting our criticism part, literary theories. Now, what is Rasa? Rasa, the term Rasa. Rasa എന്നുള്ള വാക്ക് പറയുന്നത് ജ്യൂസ്, എസൻസ്, സാപ്പ് എന്നാണ്. ഇനി ഇന്ത്യൻ എസ്തെറ്റിക്സിൽ രസ എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു ഈസ്തെറ്റിക് ഫ്ലേവറാണ്. Supreme delight from the emotional content of an art in the spectator, essence of a literary work, ultimate end of a literary work, disinterested, impersonal, contemplative state of ecstasy. അതായത് വളരെ എന്താണ്, നമ്മളിപ്പോൾ ഒരു രസമുണ്ട് പറഞ്ഞ സാധനം നല്ല രസമുണ്ട് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം, നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. ബട്ട് ദ തിങ് ഈസ് ഇറ്റ്സ് എ സുപ്രീം ഡിലൈറ്റ് ഫ്രം ദ ഇമോഷണൽ കണ്ടന്റ് ഓഫ് എൻ ആർട്ട് ഇൻ ദ സ്പെക്ടേറ്റർ. ഒരു വർക്കിൽ നിന്ന് നമുക്ക് കിട്ടേണ്ടത് രസ ആണ് എന്നാണ് പറയുന്നത്. നോ ഹൗ രസ ഈസ് പ്രൊഡ്യൂസ്ഡ്, എങ്ങനെയാണ് രസം ഉണ്ടാവുന്നത് എന്നുള്ളതാണ് നമുക്ക് നോക്കുന്നത്. ഇറ്റ്സ് എൻ അഫക്റ്റീവ് തിയറി. അപ്പോൾ തിയറി ഓഫ് രസ എന്ന് പറയുമ്പം ഇറ്റ് ഈസ് എൻ അഫക്റ്റീവ് തിയറി. അഫക്റ്റീവ് തിയറി പറഞ്ഞാൽ ഇമോഷൻ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള തിയറിയാണ്. ഇറ്റ് ഈസ് സജസ്റ്റീവ്, നോട്ട് ഡയറക്റ്റ്ലി കൺവേഡ്. ആർക്കും ഇപ്പോൾ ഒരു കാര്യം അത് നമുക്ക് ബേസിക്കായിട്ട് നമുക്ക് മനസ്സിലാവും. ഒരു സാധനം രസമുണ്ട്, ഇപ്പം ഞാനിപ്പോൾ പറയാണ് എനിക്കിഷ്ടമുള്ളൊരു കാര്യം നിങ്ങൾക്ക് ഇഷ്ടം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. മനസ്സിലായില്ലേ? എനിക്ക് രസമുണ്ട് തോന്നിയ സാധനം നിങ്ങൾക്ക് ഇഷ്ടം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. കാരണം എന്താ? ഇറ്റ് ഈസ് സജസ്റ്റീവ്, നോട്ട് ഡയറക്റ്റ്ലി കൺവേഡ്. അക്കോർഡിംഗ് ടു ആനന്ദവർദ്ധന, രസ ഈസ് കൺവേഡ് ത്രൂ ധ്വനി. ആനന്ദവർദ്ധന പറഞ്ഞിട്ടുള്ളത് ധ്വനിയിലൂടെയാണ് രസ കിട്ടുന്നത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇറ്റ് ഈസ് അറ്റൈൻ ത്രൂ വിഭവാനുഭവ വ്യഭിചാരിഭാവ സംയോഗത് രസ നിഷ്പതി. അതാണ് ഭരതമുനി പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം പറഞ്ഞത് ഭരതമുനി, അത് നമുക്ക് കാണും കേട്ടോ. ഇനി ഭരതമുനിയുടെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, അപ്പോൾ അതിലേക്ക് കാണാം. അപ്പോൾ വിഭവവും അനുഭവവും വ്യഭിചാരി ഭാവവും കൂടിയും സംയോഗിക്കുമ്പോൾ മിക്സ് ആകുമ്പോഴാണ് രസം ഉണ്ടാവുന്നത്. ചിലപ്പോൾ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിട്ട് ചോദിക്കാം. വിഭവ അനുഭവ വ്യഭിചാരി ഭാവ സംയോഗ രസ നിഷ്പതി എന്ന് ഭരതമുനി പറഞ്ഞിട്ടുണ്ട്. വിഭവ പ്ലസ് അനുഭവ പ്ലസ് വ്യഭിചാരി ഭാവ ഈസ് ഈക്വൽ ടു രസ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് വിഭവ എന്ന് നോക്കാം. വിഭവങ്ങൾ തന്നെ, ദാറ്റ് ഈസ് ഒബ്ജക്റ്റീവ് കണ്ടീഷൻസ്. 2 ടൈപ്സ്, ആലംബന, ഉദ്ദീപന. ആലംബന എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ എലമെൻറ്റ്സ് ആണ്, മനുഷ്യൻ്റെ ഒരു അങ്ങനെ ഹ്യൂമൻ റിലേറ്റഡ് ആയിട്ടുള്ള എലമെൻറ്റ്സ് ആണ്. ഉദ്ദീപന പറഞ്ഞാൽ നാച്ചുറൽ എലമെൻറ്റ്സ് ആണ്. അപ്പം ഒബ്ജക്റ്റീവ് കണ്ടീഷൻസിൽ തന്നെ വിഭവ എന്ന് പറയുമ്പോൾ അത് ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള കണ്ടീഷൻസ് ആണ്. അതിൽ 2 എലമെൻറ്റ്സ് വരുന്നുണ്ട്, ഹ്യൂമൻ എലമെൻറ്റ്സും അതുപോലെ നാച്ചുറൽ എലമെൻറ്റ്സും. ആലംബന, ഉദ്ദീപന. ഓക്കെ, നൗ വി ക്യാൻ ഗോ ടു ദ നെക്സ്റ്റ് വൺ, ദറ്റ് ഈസ് അനുഭവ. അനുഭവം എന്ന് പറഞ്ഞാൽ എന്താണ്? അനുഭവം തന്നെ, എക്സ്പീരിയൻസിങ് ഇമോഷൻസ് ഓർ മാനിഫെസ്റ്റേഷൻ ഓഫ് ഇമോഷൻസ്, the effect which is seen upon the character after the emotions have been developed. അതാണ് അനുഭവ. എക്സ്പീരിയൻസിങ് ഇമോഷൻസ് ഓർ മാനിഫെസ്റ്റേഷൻസ് ഓഫ് ഇമോഷൻ, അതാണ് അനുഭവ എന്ന് പറയുന്നത്. ഓക്കെ, നൗ വി ക്യാൻ ഗോ ടു വ്യഭിചാരി ഭാവ. വ്യഭിചാരി ഭാവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഞ്ചാരി ഭാവ എന്ന് ഇതിന് പേരുണ്ട്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദറ്റ് ഈസ് ട്രാൻസിറ്ററി ഇമോഷൻസ് ആണ്, ഷിഫ്റ്റിംഗ് ഇമോഷൻസ് ആണ്. അതായത് ഇങ്ങനെ മാറി മറിഞ്ഞ് പോകുന്ന ട്രാൻസിറ്ററി ആയിട്ടുള്ള ഇമോഷൻസിന് പറയുന്നതാണ് വ്യഭിചാരി ഭാവ. 33 വ്യഭിചാരി ഭാവാസ് ആർ ദർ. നൗ പണ്ഡിത് രാജ ജഗന്നാഥ് പറഞ്ഞിട്ടുള്ളത്, ദ മാനിഫെസ്റ്റേഷൻ ഓഫ് ദ വ്യഭിചാരി ഭാവ ഈസ് ലൈക്ലി ദ ഫ്ലാഷ് ഓഫ് ലൈറ്റ്നിങ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ദെൻ അഭിനവഗുപ്ത ആണ് ശരിക്കും ഡിസ്റ്റിങ്ക്വിഷ് സ്ഥായി ഭാവ ആൻഡ് വ്യഭിചാരി ഭാവ. അപ്പോൾ എന്താ സ്ഥായി ഭാവം എന്ന് നമുക്ക് കാണാം. അപ്പോൾ വ്യഭിചാരി ഭാവം ഇതും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് ക്ലിയറായി മനസ്സിലാവും. അത് ആദ്യം ആരും ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല, പക്ഷേ അഭിനവഗുപ്തൻ പിന്നീട് അതിനെ ഡിഫൈൻ ചെയ്തു. ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്, സ്ഥായി ഭാവയും വ്യഭിചാരി ഭാവവും എന്താണെന്നുള്ളത് മനസ്സിലാക്കി തന്നു. ഓക്കെ, നൗ വി ക്യാൻ ഗോ ടു നവരസാസ്. അപ്പോൾ രസ എന്ന് പറഞ്ഞെങ്കിലും നവരസ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. 9 രസാസ് ആർ ദർ. അതിൽ 8 രസ ഭരതമുനിയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഒരു രസം, അതായത് നവരസങ്ങൾ എന്നാണല്ലോ നമ്മൾ പറയാം. ദാറ്റ് ഈസ് നവരസ മീൻസ് 9 രസാസ്. ആൻഡ് ഔട്ട് ഓഫ് ദിസ് 8 രസാസ് ആർ പ്രൊപ്പോസ്ഡ് ബൈ ഭരതമുനി ആൻഡ് 1 രസ ദാറ്റ് ഈസ് ശാന്തരസ. അത് പിന്നീടുണ്ടായതാണ്. കുറേ റൈറ്റേഴ്സിന് പറയുന്നത് അഭിനവഗുപ്തനാണെന്ന് പറയുന്നത് ചിലയിടത്ത് ആനന്ദ്, അതുപോലെ എന്താണ് മറ്റ് പല റൈറ്റേഴ്സാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആനന്ദവർദ്ധനയാണെന്ന് പറയുന്നുണ്ട്. അപ്പം അതൊരു നമുക്ക് ഷുവറല്ലാത്ത കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്ര മനസ്സിലാക്കിയാൽ മതി. 8 എണ്ണം അതായത് ഭരതമുനി കൊണ്ടുവന്നതാണ്, ഡിഫൈൻ ചെയ്തതാണ്. 1 ശാന്ത, അത് പിന്നീട് ചേർത്തിയതാണ്. അങ്ങനെയാണ് ഈ നവരസങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ശൃംഗാര, ഹാസ്യ, കരുണ, രൗദ്ര, വീര, ഭയാനക, ബീഭത്സ, അദ്ഭുത, ശാന്ത. ഇതാണ് 9 രസാസ്. ഓക്കെ, നമുക്ക് നോക്കാം.
രസ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സ്. രസയുടെ കുറച്ച് ഫാക്ടേഴ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രതിഭയാണ്. പ്രതിഭ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇമാജിനേറ്റീവ് ഇൻസൈറ്റ് ആണ്. ഒരു റൈറ്റർക്ക് വേണ്ടൊരു കാര്യമാണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമാജിനേറ്റീവ് ഇൻസൈറ്റ് വേണം ഒരു കാര്യം എഴുതണമെന്നുണ്ടെങ്കിൽ, ഒരു പോർട്രേറ്റ് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ. അതിലൂടെ നമ്മൾ ഇപ്പോൾ അരിസ്റ്റോട്ടലിനെ നമ്മൾ കണ്ട് അരിസ്റ്റോട്ടലിൽ നിന്നും നമ്മൾ പഠിക്കാനുണ്ടല്ലോ. അപ്പം ഇന്ത്യൻ എസ്തെറ്റിക്സിൽ കുറേ കാലം മുന്നേ തന്നെ, അതായത് ഏകദേശം ഒരു കാലഘട്ടത്തിൽ തന്നെ, ഏകദേശമൊക്കെ ആ സമയത്ത് ഇവർ ഇങ്ങനെ ഇതിനെക്കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. കൃത്യമായിട്ട് കുറേ കാര്യങ്ങൾ അവർ പറഞ്ഞിട്ടുണ്ട്, എങ്ങനെയാണ് ഈ എസ്തെറ്റിക് തിയറിയൊക്കെ കാര്യങ്ങളൊക്കെ വരുന്നതെന്നുള്ളത്. ഓക്കെ, പിന്നെ സ്ഥായി ഭാവം എന്താണെന്ന് നമ്മൾ പറഞ്ഞല്ലോ. അവിടെ അഭിനവഗുപ്തനാണ് സ്ഥായി ഭാവയും വ്യഭിചാരി ഭാവവും തമ്മിലുള്ള ഒരു ഡിഫറൻസ് ചെയ്തെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ എന്താണത് നോക്കാം. പ്രിഡോമിനൻറ്റ് ഇമോഷണൽ കണ്ടന്റ് ഓഫ് എ വർക്ക് ഓഫ് ആർട്ട്, അതാണ് സ്ഥായി ഭാവ എന്ന് പറഞ്ഞിട്ടുള്ളത്. പെർമനൻറ്റ് ഭാവയാണ്, പെർമനൻ്റ് ആയിട്ട് സ്ഥിരം. ട്രാൻസിറ്ററി വ്യഭിചാരി ഭാവ എന്ന് പറഞ്ഞാൽ ട്രാൻസിറ്ററി ആണല്ലോ, സഞ്ചാരി ഭാവമാണല്ലോ അത്. പക്ഷെ പെർമനൻറ്റ്, അതിന് ഓപ്പോസിറ്റായിട്ട് പെർമനൻ്റ് ആയിട്ടുള്ളൊരു ഭാവ ശരിക്ക് അത് 49 അക്കോർഡിംഗ് ടു ഭരത. 49 ആണ്. 33 വ്യഭിചാരി ഭാവവും 49 സ്ഥായി ഭാവവും ഉണ്ട് എന്നാണ് പറയുന്നത്. സ്ഥായി ഭാവയിൽ നിന്നാണ് ശരിക്കും വ്യഭിചാരി ഭാവ വരുന്നതെന്നും പറയുന്നുണ്ട്. ഓരോ തിയറ്റീഷ്യൻസിനും ഡിഫറെൻ്റ് ആയിട്ടുള്ള അഭിപ്രായങ്ങളാണ് ഈ വിഷയങ്ങളിലുള്ളത്. ടു റെസ്പോണ്ട് ടു എ പെർട്ടിക്കുലർ സ്ഥായി ഭാവ, ദ സഹൃദയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് ഡീപ്പായിട്ട് കാണും. സഹൃദയ എന്ന് പറഞ്ഞാൽ ദ സ്പെക്ടേറ്റർ, അതല്ലെങ്കിൽ ഓഡിയൻസ്, മസ്റ്റ് ഓൾസോ ഹാവ് ദ സെയിം സ്ഥായി ഭാവ ഇൻ ഹിസ് മൈൻഡ് ഈവൻ ഇഫ് ദേ വെരി ഇൻ ഡിഗ്രീസ്. അപ്പോൾ ഒരു സ്ഥായി ഭാവ, നമ്മൾ ഒരു വർക്കിൽ സ്ഥായി ഭാവ കാണുമ്പോൾ ആ സ്ഥായി ഭാവ ഈ ഒരു ആളുടെ മനസ്സിലും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിഗ്രിയിലാണെങ്കിലും വേണം എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ലിങ്ക് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ഈ കാണുന്ന ആർട്ട്, ഡാൻസ് ആയിക്കോട്ടെ, ഏത് ആർട്ട് ഫോം ആയിക്കോട്ടെ, അതിലേക്ക് നമ്മൾ കണക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ, സഹൃദയൊക്കെ കണക്ട് ചെയ്യണം, എൻജോയ്, രസം കിട്ടണം എന്നുണ്ടെങ്കിലാണ് ഇതൊക്കെ കേട്ടോ. രസമാണല്ലോ നമ്മുടെ എയിം. അപ്പോൾ അതിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ ഈ സ്ഥായി ഭാവവും നമ്മുടെ വർക്കിലെ ഭാവവും തമ്മിലൊരു കണക്ഷൻ, ഒരു സംഭവം രണ്ട് ഭാഗത്തും വേണം. എന്നാലേ ഉള്ളൂ ഈ സ്ഥായി ഭാവ സഹൃദയൻ്റെ മനസ്സിലും വേണം. എന്നാലേ ഉള്ളൂ ദേ ക്യാൻ ഹാവ് എ കണക്ഷൻ. എന്നിട്ട് സാധാരണീകരണം ഈസ് ദ in the artistic situation, emotions which are deprived of their personal associations are universalized and idealized. Even negative emotion can produce rasa or emotional exaltation. അതായത് പേഴ്സണൽ ആയിട്ടുള്ള അസോസിയേഷനൊക്കെ ഒഴിവാക്കിക്കൊണ്ട് നമ്മൾ നമ്മുടെ വർക്കിൽ നിന്ന് കിട്ടുന്ന, അതായത് നമ്മുടെ ആർട്ട് ഫോമിൽ നിന്ന് കിട്ടുന്ന സ്ഥായി ഭാവവും, അതുപോലെ എന്താ പറയുക, നമുക്ക് ഈ ഭാവങ്ങൾ സഹൃദയൻ്റെ ഭാഗത്തു നിന്നുള്ള ഭാവങ്ങൾ കൂടിയിട്ട് നമ്മൾ സാധാരണീകരണം സംഭവിക്കണം. യൂണിവേഴ്സലൈസേഷനും ഐഡിയലൈസേഷനും സംഭവിക്കുമ്പോഴാണ് നമുക്കെന്താണ് ഇമോഷണൽ എക്സാൾട്ടേഷൻ കിട്ടുന്നത് എന്നാണ് പറയുന്നത്. ദാറ്റ് ഈസ് ഈവൻ നെഗറ്റീവ് ഇമോഷൻ ക്യാൻ പ്രൊഡ്യൂസ് രസ. ഇപ്പോൾ നമ്മൾ ട്രാജഡികൾ കാണാറുണ്ടല്ലോ, ട്രാജഡി കാണും, കോമഡി കാണും, എല്ലാം നമുക്ക് സന്തോഷം തരുന്നില്ല. പക്ഷെ എന്നാലും നമ്മൾ എന്തിനാണ് ഈ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കാണുന്നത്? അതിലൂടെ നമുക്കൊരു ഇമോഷണൽ എക്സാൾട്ടേഷൻ കിട്ടും, നമ്മളൊരു കണക്ഷൻ കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് സാധാരണീകരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ദെൻ സ്വാത്വിക ഭാവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സൈക്കോഫിസിക്കൽ ആയിട്ടുള്ള ഭാവമാണ്. ഇറ്റ് ഈസ് ഫോംഡ് ഇൻ ദ മൈൻഡ് ഓഫ് ദ ആക്ടർ. അത് ശരിക്കും ആക്ടറുടെ മൈൻഡിൽ നടക്കുന്ന ഒരു കാര്യമാണ്. മൈൻഡ് അറ്റൈൻസ് പെർഫെക്റ്റ് കോൺസെൻട്രേഷൻ, സത്വ ഈസ് പ്രൊഡ്യൂസ്ഡ്. 8 സ്വാത്വിക ഭാവാസ്. അതായത് ഇതൊരു ആക്ടർ നന്നായിട്ട് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ കോൺസെൻട്രേഷനോട് കൂടിയിട്ട് ചെയ്യുന്ന സമയത്ത് സ്വാത്വിക ഭാവങ്ങൾ ഉണ്ടാവും. അതിൽ നിന്നാണ് ഈ 8 സ്വാത്വിക ഭാവാസ് ഉണ്ടാവുന്നത് എന്നാണ് പറയുന്നത്. അപ്പം സ്വാത്വിക ഭാവ ശരിക്കും ഒരു ആക്ടറുടെ മൈൻഡിൽ ഉണ്ടാവുന്നതാണ്. ഓക്കെ, വി ക്യാൻ ഗോ ടു ദ നെക്സ്റ്റ് വൺ. സ്ഥായി ഭാവ ആൻഡ് നവരസ. ഇത് കുറച്ച് കാര്യങ്ങളുണ്ട്. സ്ഥായി ഭാവം, ഓരോ രസവും ഓരോ സ്ഥായി ഭാവമായിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പം അതെങ്ങനെയെന്ന് നോക്കാം. രതി ഈസ് റിലേറ്റഡ് ടു, അതാണ് ആ സ്ഥായി ഭാവയാണ് നമ്മൾ ശൃംഗാരയിലേക്ക് കണക്ട് ചെയ്യുന്നത്. നമ്മളിപ്പോൾ നേരത്തെ കണ്ടല്ലോ 9 നവരസാസ് കണ്ടല്ലോ, അതിൻ്റെ ഒരു കണക്ഷൻ, അത് ശരിക്കും നമുക്ക് ഏത് സ്ഥായി ഭാവമായിട്ടാണ് കണക്ട് ചെയ്യുന്നതെന്ന് നമ്മൾ പഠിക്കേണ്ട കാര്യമുണ്ട്. ഇപ്പോൾ രതി ശൃംഗാര, ഹസ ഹാസ്യ, ശോക കരുണ, ക്രോധ രൗദ്ര, ഉത്സാഹ വീര, ഭയ ഭയാനക, ജുഗുപ്സ ബീഭത്സ, വിസ്മയ അദ്ഭുത, സമ ശാന്ത. അതാണ്. അപ്പോൾ ഈ സ്ഥായി ഭാവങ്ങളിലോട് കണക്റ്റഡ് ആയിട്ടാണ് ഈ ഒരു രസങ്ങൾ വരുന്നത്. ഓക്കെ, അതിനെ പ്രകടിപ്പിക്കുകയാണ്, അതാണ് സംഭവം. അതായത് നമുക്ക് ആ ഒരു ഇമോഷനെ നമ്മൾ സ്ഥായി ഭാവയെ നമ്മൾ നമ്മുടെ ഇതിലേക്ക് കൊണ്ടുവരികയാണ്.
ഭാവങ്ങൾ പുറത്തേക്ക് നമ്മൾ എടുക്കുന്ന സമയത്ത് രതിയെ കാണിക്കുന്നത് ശൃംഗാര, ഹസനെ കാണിക്കുന്നത് ഹാസ്യ, ശോകനെ കാണിക്കുന്നത് കരുണ, ക്രോധയെ കാണിക്കുന്നത് രൗദ്ര, ഉത്സാഹം കാണിക്കുന്നത് വീര, ഭയ കാണിക്കുന്നത് ഭയാനക, ജുഗുപ്സ ബീഭത്സ, വിസ്മയമാണ്. അപ്പോൾ നമ്മൾ വിസ്മയം കാണിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മുഖത്ത് വിരിയേണ്ട ഭാവം അദ്ഭുതയാണ്, സമ, ശാന്ത, അങ്ങനെയാണ്. ഓക്കെ, now we can go to the next one, that is the Navarasas and the related Sai Bhavas. Now സഹൃദയ, എന്താണ് സഹൃദയ എന്ന് നോക്കാം. പ്രേക്ഷകനാണ്. നമ്മളിപ്പോൾ മലയാളത്തിലൊക്കെ പറയുന്ന പല വാക്കുകളും ശരിക്കും സാൻസ്ക്രിറ്റ് ഒറിജിനൽ ഉള്ളതാണ്. ഭരതമുനി പറഞ്ഞിട്ടുള്ളത് പ്രേക്ഷക എന്നുള്ളതാണ്. സഹൃദയൻ ഓഡിയൻസിനെയാണ് പ്രേക്ഷക എന്ന് പറഞ്ഞത് ഭരതമുനിയാണ്. എ റെസ്പോൺസീവ് ആൻഡ് സിമ്പത്തറ്റിക് സ്പെക്ടേറ്റർ എൻജോയ്സ് ദ സായി ബാവ ഇവോക്ഡ് ആൻഡ് കൺസുമേറ്റഡ് ആസ് രസ ഇൻ എ ഡ്രമാറ്റിക് പ്രസൻറ്റേഷൻ. അപ്പോൾ ഈ രസ നമുക്ക് അതിനെ ശരിയായ രീതിയിൽ എൻജോയ് ചെയ്യാനും അതിനെ ഉൾക്കൊള്ളാനും പറ്റുന്നത് എന്തുകൊണ്ടാണ്? അതായത് ഈ സായിബാബ ഈ ഒരു വ്യക്തികളിൽ ഉണ്ടാവുന്ന ഈ ഓഡിയൻസിലുണ്ടാവുന്ന സംഭവം ഉണ്ടല്ലോ, ആ ഓഡിയൻസിലുണ്ടാവുന്ന സായിബാബ കൃത്യമായിട്ട് നല്ലൊരു റെസ്പോൺസീവായിട്ട് സിമ്പത്തിക് ആയിട്ടുള്ള സ്പെക്ടേറ്റർ ആണ്. നമുക്കറിയാം കഥകളിയൊക്കെ ഇപ്പോൾ കാണാൻ എല്ലാവർക്കും കഴിയില്ല. കാരണം എന്താണ്, അതിനെക്കുറിച്ച് അറിയുന്ന അല്ലെങ്കിൽ അത് എൻജോയ് ചെയ്യുന്ന ഒരുപാട് ആളുകൾ, നന്നായിട്ട് എൻജോയ് ചെയ്യുന്ന ആളുകളില്ലേ, അപ്പോൾ അവർക്ക് എന്താണ്, ആ പ്രേക്ഷക ആണത്. ഭരതമുനി പറഞ്ഞിട്ടുള്ളത് പ്രേക്ഷക എന്നാണ്. സഹൃദയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസ് ക്വാളിഫൈഡ് ആണ് കേട്ടോ, ക്വാളിഫൈഡ് സ്പെക്ടേറ്റർ ആൻഡ് ദെൻ സ്കിൽ ഓഫ് എൻജോയ്മെൻറ്റ് ബേസ്ഡ് ഓൺ സം പ്രീവിയസ് എക്സിസ്റ്റൻസ്. അതായത് ആ ഒരു സ്കിൽ ഓഫ് എൻജോയ്മെൻറ്റ്, ഒരു കാര്യത്തിൽ സ്കിൽ ഓഫ് എസ്പെഷ്യലി ഇപ്പോൾ നമ്മൾ ഭരതമുനി നാട്യശാസ്ത്രത്തിലാണല്ലോ പിന്നെ ഈ ഒരു ഡാൻസ് റിലേറ്റഡ് ആയിട്ടും അതുപോലെ ഒക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഭരതനാട്യം, മോഹിനിയാട്ടം ഇങ്ങനെയുള്ള ഇതൊക്കെ മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ, അതിൻ്റെ ഡാൻസും കാര്യങ്ങളൊക്കെ അതിലുള്ളതൊക്കെ മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ്, കുറച്ച് ക്വാളിഫൈഡ് സ്പെക്ടേറ്റർ ആണോ, ആർക്കും അങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റുന്നതല്ല. അപ്പോൾ കുറച്ച് പ്രീവിയസ് ആയിട്ടുള്ള എക്സിസ്റ്റൻസും കാര്യങ്ങളും, അതുപോലെ പ്രീവിയസ് എക്സിസ്റ്റൻസ് പറഞ്ഞു കഴിഞ്ഞാൽ ഈവൻ നമ്മുടെ കഴിഞ്ഞ ജന്മങ്ങളിലുള്ള അനുഭവങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഈ ഒരു നാട്യശാസ്ത്രത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ അതിനെല്ലാം ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ സ്ഥായിഭാവവും മറ്റു കാര്യങ്ങളൊക്കെ രൂപപ്പെട്ട് വന്നിട്ടുള്ളത് എന്നാണ് തിയറീസ്. ഓക്കെ, നൗ അഭിനവഗുപ്ത കോളിത് സഹൃദയ എന്നാണ് കോളിതത്. ശരിക്കും അഭിനവഗുപ്തയാണ് സഹൃദയ എന്ന് പറഞ്ഞത്. എ സെൻസിറ്റീവ് സ്പെക്ടേറ്റർ, അക്കോർഡിംഗ് ടു ഹിം ദ മോഡൽ റീഡർ ഓർ സ്പെക്ടേറ്റർ ഷുഡ് ഹാവ് ടേസ്റ്റ് ഓർ രസികത്വ. അതാണ്, രസികത്വം ടേസ്റ്റൊക്കെ സ്പെക്ടേറ്ററിന് വേണം. സഹൃദയത്വ, that is aesthetic susceptibility, power of visualization, intellectual background, contemplative habit, bhavana. ഓക്കെ, നമുക്ക് ഭാവന എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവുമല്ലോ. ദാറ്റ് ഇസ് ദ നെസസറി സൈക്കോ-ഫിസിക്കൽ കണ്ടീഷൻ ആൻഡ് ദ കപ്പാസിറ്റി ടു ഐഡൻറ്റിഫൈ ഹിസ് ഓൺ സെൽഫ് വിത്ത് ദ ഒതൻറ്റിക് ഈസ്തെറ്റിക് ഒബ്ജക്റ്റ്. അതായത് അഭിനവഗുപ്തനാണ് സഹൃദയ ഒരു സെൻസിറ്റീവ് സ്പെക്ടേറ്റർ ആയിട്ടും, മാത്രമല്ല എന്താണ് സ്പെക്ടേറ്ററിന് വേണ്ട ക്വാളിറ്റീസ് എന്ന് പറയുന്നുണ്ട്. ഒരു രസികത്വം വേണം, അതുപോലെ സഹൃദയത്വ, പവർ ഓഫ് വിഷ്വലൈസേഷൻ വേണം, പിന്നെ അത്യാവശ്യം ഭാവന വേണം, ദെൻ സൈക്കോ ഫിസിക്കൽ കണ്ടീഷനും കപ്പാസിറ്റി ടു ഐഡൻറ്റിഫൈ ഹിസ് ഓൺ സെൽഫ് വിത്ത് ദ എസ്തെറ്റിക് ഒബ്ജക്റ്റ്. എന്നാലേ ഉള്ളൂ ഈ ഒരു കാര്യം രസം പ്രൊഡ്യൂസ് ചെയ്യാനും എൻജോയ് ചെയ്യാനും അതിൽ ആ രസം വരാൻ അറ്റൈൻ ചെയ്യാൻ കഴിയുള്ളൂ സഹൃദയക്ക് എന്നാണ് അഭിനവഗുപ്ത പറഞ്ഞിട്ടുള്ളത്. Now intrusion of space causes vigna due to lack of training on the part of സഹൃദയ. അപ്പം കൃത്യമായിട്ട് ട്രെയിനിങ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ സഹൃദയന് ഇതൊന്നും ഓഡിയൻസിന് കൃത്യമായിട്ട് ഇതൊന്നും എൻജോയ് ചെയ്യാൻ കഴിയില്ല. അതായത് ഒരു ആർട്ട് ഫോമിനെ എൻജോയ് ചെയ്യാൻ കഴിയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ പറയാം, എനിക്ക് ഫോർ എക്സാമ്പിൾ എനിക്ക് കഥകളി അറിയില്ല. കഥകളിയുടെ യാതൊരു വിധ രീതിയിലുള്ള അതിൻ്റെ ഏതാണ് മുദ്ര, എന്തിനെയാണ് ഡിനോട്ട് ചെയ്യണമെന്നൊന്നും എനിക്കറിയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ പോയിരുന്നു. എൻ്റെ ഫ്രണ്ടിന് നന്നായിട്ട് കഥകളിയുടെ എല്ലാതും അറിയാം. ഓക്കെ, അപ്പോൾ ഞങ്ങളത് കാണാൻ വേണ്ടി പോയി, രണ്ടുപേരും കൂടി കാണാൻ വേണ്ടി പോയ സമയത്ത് ഞങ്ങൾക്ക് അത് എനിക്ക് മനസ്സിലായില്ല, എന്നാൽ എൻ്റെ ഫ്രണ്ടിന് നന്നായിട്ടത് മനസ്സിലാവുകയും ചെയ്തു. കാരണം എന്താണ്, എനിക്ക് അതിനുള്ള ക്വാളിഫിക്കേഷൻ ഇല്ലാത്തതുകൊണ്ടാണ്. മനസ്സിലായില്ലേ? അതായത് ആ ഒരു ട്രെയിനിങ് കിട്ടാത്തതുകൊണ്ടാണ്. അപ്പോൾ ഇത് തന്നെയാണ് ഒരു ആളുടെ ഒരു സഹൃദയക്ക് അത് എൻജോയ് ചെയ്യാൻ പറ്റാത്ത ഒരു കാരണം, അത് വിഘ്നം സംഭവിക്കുന്നതിൻ്റെ കാരണം എന്നാണ് പറയുന്നത്. ഓക്കെ, നൗ വി ക്യാൻ ഗോ ടു ദ നെക്സ്റ്റ് പാർട്ട്, ദാറ്റ് ഈസ് ദ തിയറിറ്റീഷ്യൻസ്. അപ്പോൾ അത്രയാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. നോക്കട്ടെ, ഇനി എന്തെങ്കിലും അതിൽ വിട്ടുപോയിട്ടുണ്ടോ നോക്കാം. ഒരു മിനിറ്റ്. രസ പറഞ്ഞു, സായിബാബ പറഞ്ഞു, സഹൃദയ, രസവിഘ്ന അത് പറയാൻ അതിൻ്റെ പിന്നെ പോയി.
അപ്പം രസവിഘ്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് എൻ ഇംപെഡിമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തടസ്സം വരുന്നത്. രസം എൻജോയ് ചെയ്യാൻ, രസം അറ്റൈൻ ചെയ്യാൻ നമുക്ക് തടസ്സങ്ങൾ എന്താണ് കാരണം എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അഭിനവഗുപ്ത ഹാസ് സെഡ് ദാറ്റ് ദർ ആർ 7 ഇംപെഡിമെൻറ്റ്സ്. അത്രയും തടസ്സങ്ങൾ, 7 രീതിയിൽ തടസ്സങ്ങൾ വരാം. അതിൽ ഒന്നാമത്തത് ഇൻഎബിലിറ്റി ടു ഗെറ്റ് അറ്റ് ദ മീനിങ്. എന്താണ് പറയുന്നത്, എന്താണ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്നത്. ഇപ്പം മുദ്രകൾ കാണിക്കുമ്പോൾ അതിൻ്റെ മീനിങ് എന്താണെന്ന് അറിയില്ല, പിന്നെ എനിക്ക് രസം കിട്ടുമോ കഥകളി കാണുമ്പോൾ? നോ, ദാറ്റ് ഈസ്. പിന്നെ സെക്കൻഡ് വൺ ഈസ് സബ്ജക്റ്റീവ് ആൻഡ് ഒബ്ജക്റ്റീവ് ലിമിറ്റേഷൻ ഓഫ് ടൈം ആൻഡ് സ്പേസ്. അതായത് സബ്ജക്റ്റീവായിട്ടും ഒബ്ജക്റ്റീവായിട്ടുള്ള ലിമിറ്റേഷൻ ഓഫ് ടൈം ആൻഡ് സ്പേസ് രണ്ടും വരുന്നത് 2, 3 ആയിട്ട് വരുന്നതാണ്. 7 എണ്ണാണല്ലോ ഉള്ളത്. ഫെയിൽ ടു അറ്റൈൻ ദാറ്റ് ലെവൽ ഓഫ് ജനറലൈസേഷൻ വിച്ച് ഇസ് നെസസറി ഫോർ എസ്തെറ്റിക് റിലീഷ്. unable to view the aesthetic situation objectively due to lack of training of സഹൃദയ. എന്താണ്, എനിക്ക് ആ ഒരു ഒബ്ജക്റ്റീവായിട്ട് അതിനെ അതൊരു സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ പറയില്ല, ഇപ്പോൾ ആർട്ടിനെ ആർട്ടായിട്ട് കാണാനുള്ള, അതല്ലെങ്കിൽ അങ്ങനെയുള്ള രീതിയിൽ കാണാനുള്ള ഒരു കഴിവ് സഹൃദയന് ഇല്ലാതിരിക്കുന്നത് അയാളുടെ ലാക്ക് ഓഫ് ട്രെയിനിങ് കാരണമാണ്. അപ്പോൾ ഇതും അതിന് ഒരു കാരണമാണ്. എന്തിന്? രസവിഘ്നയാണ്. ഇതൊരു തരം രസവിഘ്നയാണ്. ഇൻഫ്ലുവൻസ് ഓഫ് പേഴ്സണൽ ജോയ്സ് ആൻഡ് സോറോസ്. നെക്സ്റ്റ് വൺ, ലാക്ക് ഓഫ് ക്ലാരിറ്റി ഡ്യൂ ടു ഇൻസഫിഷ്യൻറ്റ് സ്റ്റിമുലസ്. അപ്പം ഒരു ക്ലാരിറ്റി ഇല്ല. അപ്പം പല രീതിയിലാവാം. ചിലപ്പോൾ നമ്മുടെ ഈ എൻജോയ് ചെയ്യുന്ന നമ്മുടെ സ്പെക്ടേറ്ററിൻ്റെ പ്രശ്നമായിരിക്കും. ചിലപ്പോൾ അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആക്ടറുടെ പ്രശ്നമായിരിക്കും. ഈ ആർട്ട് ഫോമിൻ്റെ പ്രശ്നമാവാം. ഇങ്ങനെ പല രീതിയിൽ തടസ്സങ്ങൾ വരാം. ഓക്കെ. അതുപോലെ സബോർഡിനേഷൻ ഓഫ് ദ സ്ഥായി ഭാവാസാണ് ആക്ച്വലി സുപ്രീം ആയിട്ട് വരേണ്ടത്. ബട്ട് അതിന് പകരം മറ്റ് സെക്കൻഡറി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുന്നത് കാരണം ദ റീഡേഴ്സ് അറ്റൻഷൻ ഈസ് ഡൈവേർട്ടഡ് ആൻഡ് ദ ഈസ്തെറ്റിക് എക്സ്പീരിയൻസ് മേ ബി ഒബ്സ്ട്രക്റ്റഡ്. അപ്പോൾ നമ്മൾ ഈ മൂവീസൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ നമുക്ക് മനസ്സിലാവും, ശരിക്കും ഒരു മൂവിയിലൊക്കെ നമ്മൾ കാണുന്ന സമയത്ത് അവിടെ അവർ പറയാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ സ്ഥായിഭാവമായിട്ട് ശരിക്കും അതിൽ വരേണ്ട ആ ഒരു സ്റ്റേറ്റ്സിന് പകരം നമ്മുടെ ശ്രദ്ധ പോകുന്നത് വേറെ പലതിലേക്കോ ആയിരിക്കും. അത് അങ്ങനെ. അപ്പോൾ എന്താണ് കാരണം? അത് സെക്കൻഡറി ആയി പോവുകയാണ്. ശരിക്കും എന്താണ് അവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്, അതിനെ ഓവർ പവർ ചെയ്യുന്ന മറ്റു പല കാര്യങ്ങൾ അവിടെ സംഭവിക്കുന്നത് കാരണം, ഡൈവേർട്ടഡ് ആയി പോകുന്നത് കാരണം ഇംപെഡിമെൻറ്റ് അല്ലെങ്കിൽ രസവിഘ്ന സംഭവിക്കാം. അതാണ് രസവിഘ്ന. അങ്ങനെ ഒരു രസവിഘ്ന ഉണ്ട്. ഡബ്ല്യൂഎസ്നെസ് ഓഫ് പ്രസൻറ്റേഷൻ. നല്ല ഒരു രീതിയിലുള്ള ഒരു പ്രസൻറ്റേഷൻ ഇല്ലാതെ വരുമ്പോഴും അത് നല്ല രീതിയിൽ നമ്മളിപ്പം ഒരു ആർട്ട് വർക്ക് കാണാൻ പോയി, അത് നല്ല രീതിയിലല്ല പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്. നല്ല ഒരു എന്താ പറയുക, ഇപ്പം മ്യൂസിക് വരുന്നതും അതുപോലെ ആളുകളുടെ ആക്ഷൻസ് വരുന്നതും ഒക്കെ ഡിഫറെൻ്റ് ആയിട്ടാണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ റിസൾട്ട് ഇൻ രസവിഘ്ന. അപ്പം ഇത് കുറേ കാലം മുന്നേ നമ്മളിപ്പം ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് നമ്മൾ ആസ് എ ഓഡിയൻസ്, ആസ് എ സ്പെക്ടേറ്റർ നമുക്കൊക്കെ വരുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതിന് ഇവർ അഭിനവഗുപ്ത 7 രസവിഘ്നാസായിട്ട് കൊടുത്തിട്ടുണ്ട്. ദാറ്റ് ഈസ് രസവിഘ്ന. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. അപ്പം ഇത്രയാണ് നമ്മൾ രസയിലുള്ളത്. ഇനി നമുക്ക് തിയറിറ്റീഷ്യൻസ് ആരൊക്കെയാണെന്ന് നോക്കാം. തിയറിറ്റീഷ്യൻസ് രസ റിലേറ്റഡ് ആയിട്ടുള്ളത് ഭരതമുനി. രണ്ടിലും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഭരതമുൻ എന്ന വന്നിട്ടുള്ളത്, മുനി എന്നുണ്ട്. ആക്ച്വലി തിയറി ഓഫ് രസ അദ്ദേഹമാണ് ബേസിക് അതിൻ്റെ ഒരു കാര്യങ്ങൾ ലേക്ക് പോയത്. മീൻസ് രസ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു രസ ഡിഫൈൻ ചെയ്തതും രസം എന്താണ് എന്നുള്ളതൊക്കെ പറയുന്നത്. അപ്പോൾ നാട്യശാസ്ത്ര എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ ബുക്കാണ്. അതിലാണ് എല്ലാവരും അറിയുന്നുണ്ടാവും. നാട്യശാസ്ത്രം അറിയാത്തവരാരും ഉണ്ടാവില്ല, കാരണം അത്രയും ഫേമസ് ആയിട്ടുള്ള ബുക്കാണ്. 8 സായിബാവാസ് ആൻഡ് കറസ്പോണ്ടിങ് 8 രസാസ് അതിലാണ് പറഞ്ഞിട്ടുള്ളത്. രസത്മകം വാക്യം കാവ്യം എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. രസത്മകം വാക്യം കാവ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രസമാണ്, രസ ഈസ് എ സോൾ ഓഫ് പോയട്രി എന്ന് ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു എഫോറിസാണ്, അദ്ദേഹത്തിൻ്റെ തന്നെയാണ് കേട്ടോ. നമ്മൾ നേരത്തെ കണ്ടില്ലേ, വിഭാവാനുഭവ വ്യഭിചാരി ഭാവ സംയോഗത്തിൽ രസാനുഷ്പതി എന്ന് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ തന്നെ, ഭരതമുനിയുടെ തന്നെ ഒരു മറ്റൊരു എഫോറിസാണ്. അപ്പം നമുക്ക് എന്താണ് പിന്നെ കാണാൻ പറ്റുക, മൻമോഹൻ ഘോഷാണ് ട്രാൻസ്ലേറ്റഡ് ടു നാട്യശാസ്ത്ര ഇൻ ടു ഇംഗ്ലീഷ്. ഓക്കെ. അപ്പം നാട്യശാസ്ത്ര ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊണ്ടുവന്നത് മൻമോഹൻ ഘോഷാണ്. ആക്ച്വലി അത് സാൻസ്ക്രിറ്റിലാണ് ഉള്ളത്, അപ്പോൾ അതിനെ ഇങ്ങനെ മാറ്റിയത് അദ്ദേഹമാണ്, മൻമോഹൻ ഘോഷാണ്. നൗ വി ഹാവ് അനദർ തിയറിറ്റീഷ്യൻസ് ആനന്ദവർദ്ധനയ്ക്കുള്ള ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആനന്ദവർദ്ധന ഒരുപാട് പിന്നെ ഈ ഒരു കുറേ സെഞ്ചുറിന് ശേഷമാണ് ആനന്ദവർദ്ധന വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആനന്ദവർദ്ധനാണ് ശാന്തരസയെ കുറച്ചുകൂടി ഡിഫൈൻ ചെയ്തത്. അത് സ്പെസിഫിക് ആയിട്ട് പറയുന്നില്ല, പക്ഷേ ഒരു 90% ആനന്ദവർദ്ധനയ്ക്കാണ് പറയുന്നത്.
പക്ഷെ ഡിഫൈൻ ചെയ്ത് 9th രസ ശാന്തയെ കൂടുതലായിട്ട് ഡിഫൈൻ ചെയ്തത് അദ്ദേഹമാണ്. പിന്നെ രസ ക്യാൻ ബി പ്രൊഡ്യൂസ്ഡ് പിന്നെ ത്രൂ ധ്വനി എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അഭിനവ ഗുപ്ത, അതായത് ഡെവലപ്മെൻറ്റ് ഓഫ് തിയറി ഓഫ് രസ. ഓക്കെ, അപ്പം ധ്വന്യലോകം എന്ന ആനന്ദവർദ്ധനൻ്റെ ആണ് ബുക്ക്. അഭിനവ ഭാരതി എ കമൻട്രി ഓൺ നാട്യശാസ്ത്ര, ദ ലോകന ഓർ ദ ഐ എ കമൻട്രി ഓൺ ധ്വന്യലോക. ഓക്കെ, അപ്പോൾ അഭിനവ ഗുപ്ത ജയരഥ എന്നുള്ള പേരിലും അറിയപ്പെടുന്നുണ്ട്. Now we have theoreticians. മറ്റ് തിയററ്റീഷ്യൻസ് ആണ്. വിശ്വനാഥ, ഫേമസ് ഡെഫിനേഷൻ ഓഫ് പോയട്രി. വാക്യം രസാത്മകം കാവ്യം എന്ന് പറഞ്ഞിട്ടുള്ളത് വിശ്വനാഥയുടെ ഒരു ഫേമസ് ആയിട്ടുള്ള ഡെഫിനിഷനാണ്. പോയട്രി ഈസ് എൻ എസ്തെറ്റിക്കലി ഇമോട്ടീവ് സ്റ്റേറ്റ്മെൻറ്റ് ഓർ സെൻറ്റൻസ് എന്ന് അദ്ദേഹം സാഹിത്യ ദർപ്പണ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ബുക്കിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പം പോയട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ്തെറ്റിക്കലി ഇമോട്ടീവ് സ്റ്റേറ്റ് ആണ്, അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻ്റ് ആണ്, സെൻറ്റൻസ് ആണ് എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ബട്ടലോലയുടെ പറഞ്ഞിട്ടുള്ളത് അനലൈസ് ദ ഇസ്തെറ്റിക് ഒബ്ജക്റ്റ് വിഭവാസ്, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് വിഭവാസ്, ഇറ്റ്സ് കോൺസ്റ്റിറ്റ്യുവൻസ് ആൻഡ് ഓൾസോ ഹൗ ദേ കമ്പൈൻ ഇൻ എ സട്ടിൽ മാനർ ടു പ്രൊഡ്യൂസ് രസ ഓൺ സ്റ്റേജ് ആൻഡ് ഇൻ ദ സ്പെക്ടേറ്റർ. അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പഠിച്ചത്, വിഭവാസിനെ കുറിച്ച് കൂടുതലായിട്ട് ഡിഫൈൻ ചെയ്തതൊക്കെ ബട്ടലോലയുടെയാണ്. ആൻഡ് ഹി ആർഗ്യൂസ് ദാറ്റ് രസ ഈസ് ദ പ്രൊഡക്റ്റ് ഓഫ് വിഭവാസ്. വിഭവാസിൻ്റെ കുറേ പേര് രസ എന്താണ് എന്നുള്ള കോൺസെപ്റ്റ് കൊടുക്കുന്നത് ഭരതമുനിയാണെന്നുണ്ടെങ്കിലും ഈ രസം എങ്ങനെയാണ് പ്രൊഡ്യൂസ്ഡ് ആവുന്നത്, രസം എങ്ങനെയാണ് ഉണ്ടാവുന്നത് എന്നുള്ളതിനെക്കുറിച്ച് പിന്നീട് വന്നിട്ടുള്ള തിയററ്റീഷ്യൻസ് ആണ് കൂടുതലായിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവരുടെ ഓരോരുത്തരുടെ സ്റ്റാൻഡും ഡിഫറെൻ്റ് ആണ്. ഓക്കെ, നൗ വി ഹാവ് മമ്മട പറഞ്ഞിട്ടുള്ളത് വിഭവാസ് ജസ്റ്റ് നിമിത്ത കാരണ ഓർ എഫിഷ്യൻറ്റ് കോസ് ഓപ്പോസ്റ്റ് ബട്ടലോൾഡ. അപ്പോൾ മമ്മട പറഞ്ഞു അതല്ല, അങ്ങനെയല്ല, വിഭവാസ് ജസ്റ്റ് ഒരു കാരണം മാത്രമാണ്, അതിനെ കംപ്ലീറ്റ് ആയിട്ട് രസ പ്രൊഡ്യൂസ് ചെയ്യുന്നത് വിഭവാസാന്ന് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞത് മമ്മടയാണ്. പിന്നെ ശ്രീ ശങ്കുക പറഞ്ഞത് രസ ആസ് ആൻ എസ്തെറ്റിക് ഒബ്ജക്റ്റ് ഓൺ സ്റ്റേജ് ആൻഡ് രസ ആസ് ആൻ എസ്തെറ്റിക് റെപ്രസെൻറ്റേഷൻ ഇൻ ദ സ്പെക്ടേറ്റേഴ്സ് കോൺഷ്യസ്നസ്. രണ്ട് രീതിയിൽ ഒരു എസ്തെറ്റിക് ഒബ്ജക്റ്റ് ആണെന്നാണ് പറഞ്ഞത്. ശ്രീ ശങ്കുക പറഞ്ഞത് രസ ആസ് ആൻ എസ്തെറ്റിക് ഒബ്ജക്റ്റ് ഓൺ സ്റ്റേജും അതുപോലെ എസ്തെറ്റിക് റെപ്രസെൻറ്റേഷൻ ഇൻ ദ സ്പെക്ടേറ്റേഴ്സ് കോൺഷ്യസ്നസ് എന്ന് പറഞ്ഞതും പിന്നെ ശ്രീ ശങ്കുകയാണ്. പണ്ഡിറ്റ് ജഗന്നാഥ് പറഞ്ഞത് ഹി അസേർട്സ് ദാറ്റ് ദ വേർഡ് വിച്ച് കണ്ണറ്റേറ്റ്സ് പ്ലഷറബിൾ മീനിങ് ഈസ് പോയട്രി. അതായത് രമ്യാർത്ഥ പ്രതിപക ശബ്ദകാവ്യം എന്നാണ് പറഞ്ഞത്. മീൻസ് പ്ലഷർ, ഒരു സന്തോഷം, ഒരു സുഖം തരുന്ന ഒരു കാര്യമാണ്, അല്ലെങ്കിൽ അതിന് ഒരു പ്ലഷറബിൾ മീനിങ് ഉണ്ട്. പിന്നെ വേർഡ് അങ്ങനെ പോയട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലഷറബിൾ ആയിട്ടുള്ള മീനിങ് തരുന്ന വേർഡ്സാണ് എന്ന് പറഞ്ഞത്, അല്ലെങ്കിൽ അങ്ങനെ കൊണോറ്റേറ്റ് ചെയ്യുന്നതാണ് പോയട്രി. അങ്ങനത്തെ ഉള്ള വേർഡ്സാണ്, പ്ലഷറബിൾ ആയിട്ടുള്ള മീനിങ് തരുന്ന വേർഡ്സുള്ള പോയട്രി എന്ന് പറഞ്ഞത് പണ്ഡിറ്റ് രാജ് ജഗന്നാഥാണ്. അപ്പോൾ ഇതൊക്കെ ഓരോ തിയററ്റീഷ്യൻസാണ്. അവരവരുടെ കാലങ്ങളിൽ ഇതിനെങ്ങനെ അനലൈസ് ചെയ്യുക, ഈ എസ്തെറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ അവർ അനലൈസ് ചെയ്യുകയും രസയെക്കുറിച്ച് പഠിക്കുകയും രസം എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്തത് എന്നുള്ളതൊക്കെ നോക്കുന്ന, അതല്ലെങ്കിൽ അവരുടെ അഭിപ്രായങ്ങൾ അവർ പറഞ്ഞിട്ടുണ്ട്, അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, നൗ ദിസ് ഈസ് അബൌട്ട് രസ. ഐ ഹോപ്പ് വി ക്യാൻ ടേക്ക് എ ബ്രേക്ക്.